റോസ് ചെടി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും റോസ് ചെടി വളർത്താവുന്നതാണ്. റോസ് ചെടിക്ക് നല്ല വെളിച്ചവും സൂര്യപ്രകാശവും അത്യാവശ്യമാണ്. ദിവസവും 6 മുതൽ 8 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം റോസ് ചെടി നടേണ്ടത്. നന്നായിട്ട് വെള്ളം ആവശ്യമുള്ള ചെടിയാണിത്. ചെടിക്ക് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല ഇളക്കമുള്ള മണ്ണാണ് റോസ് ചെടി നടാൻ നല്ലത്. നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിലായിരിക്കണം ചെടി നടേണ്ടത്. മണ്ണ്, മണൽ, കമ്പോസ്റ്റ് പോട്ടി മിക്സായി ഉപയോഗിക്കാം. ചാണകപ്പൊടി, എല്ലുപൊടി ഇതും കൂടി ഇതിൽ ഉൾപ്പെടുത്താം. വളർച്ചയുടെ ഘട്ടത്തിൽ നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് കൊടുക്കേണ്ടത്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവ ഉപയോഗിക്കാം. റോസ് ചെടിക്ക് ഒരു പ്രത്യേക സീസണില്ല. എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ചെടിയാണ്. അതുകൊണ്ട് 15 ദിവസം കൂടുമ്പോൾ വളം ചെയ്ത് കൊടുക്കേണ്ടതാണ്. ജൈവവളവും രാസവളവും മാറി മാറി ഉപയോഗിക്കാവുന്നതാണ്. DAP 19-19 കൊടുക്കാവുന്നതാണ്. റോസ് ചെടിക്ക് പ്രൂണിങ് അത്യാവശ്യമാണ്. പൂക്കൾ ഉണങ്ങിയ ഉടൻ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. എങ്കിലേ പുതിയ കമ്പുകൾ വളർന്ന് വീണ്ടും പുതിയ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് പുതിയ കമ്പുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കും. മഴക്കാലത്താണ് സാധാരണ ഹാർഡ് പ്രൂണിങ് കൊടുക്കാറ്. ഓരോ വട്ടവും പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞ് സോഫ്റ്റ് പ്രൂണിങ് കൊടുത്താൽ മതിയാകും. പ്രൂണിങ്ങിന് ശേഷം വളം കൊടുക്കേണ്ടതാണ്. റോസിന് സാധാരണ വരാനുള്ള പ്രശ്നമാണ് കമ്പുകൾ ഉണങ്ങിപ്പോകൽ. കമ്പുകൾ ഉണങ്ങി വന്ന് ചെടികൾ തന്നെ ഉണങ്ങിപ്പോകാറുണ്ട്. പ്രൂൺ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ വരാറുള്ളത്. പ്രൂണിങ്ങിന് ശേഷം ഫംഗിസൈഡ് ഉപയോഗിച്ചാൽ മതിയാവും. ചെടികൾക്ക് വളം ചെയ്ത് കൊടുക്കുമ്പോൾ ചൂട് നന്നായി ഇളക്കിയതിന് ശേഷം കൊടുക്കുക. മുകൾ ഭാഗം കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിൽ DAP ആണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചെടിയിൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവയാണ് ഇട്ട് കൊടുക്കുന്നത്. നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു ചെടി എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. കട്ടിയായ മണ്ണായിരിക്കും അതിലുണ്ടാവുക. അത് കുതിർത്തതിന് ശേഷം പകുതി മണ്ണ് കളഞ്ഞു നടാം. ആദ്യം ചെടിച്ചട്ടിക്ക് നല്ല ഹോൾ ഉണ്ടെന്ന് നോക്കണം. വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയാണത്. ആദ്യം കുറച്ച് ഓടും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഹോൾ അടഞ്ഞു പോകാതിരിക്കാനാണിത്. കുറച്ച് കരികിലപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത് കുമ്മായം ഇട്ട് വെച്ച മണ്ണിൽ മിക്സ് ചെയ്തിട്ടാണ് നടുന്നത്. കുറച്ച് സാഫും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് കരികിലപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ ചെടി വെച്ച് കൊടുക്കാം. ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം മണ്ണിട്ട് കൊടുത്താൽ മതി. പിന്നീട് വളങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്.
ഇനി 1 മാസത്തിന് ശേഷം വളങ്ങൾ കൊടുത്താൽ മതി. അതിനുശേഷം 15 ദിവസം കൂടുമ്പോൾ വീണ്ടും വളം കൊടുക്കണം. അടുത്ത ചെടിയും ഇതുപോലെ നട്ടു കൊടുക്കാം. നട്ടതിന് ശേഷം ചെടിക്ക് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 ആഴ്ച ചെടി തണലുള്ള സ്ഥലത്ത് വയ്ക്കാം. അതിനുശേഷം വെയിലത്ത് വയ്ക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.